ജെ.പി. നദ്ദയുടെ പിൻഗാമിയെ ഉടനെ അറിയാം. 6 പേരുകൾ ഉയർന്നു കേൾക്കുന്നു. പുതിയ ആൾ സർക്കാരിൽ നിന്നോ സംഘടനയിൽ നിന്നോ ആകാമെന്ന് ദേശീയ നേതൃത്വം. ബി.ജെ.പിയിൽ വൻ സസ്പെൻസ്. സർപ്രൈസ് ഉണ്ടാകുമെന്ന് സൂചന. ബി.ജെ.പിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള നീക്കം വേഗത്തിലാക്കി ദേശീയ നേതൃത്വം. അടുത്ത വർഷം ഫെബ്രുവരിയോടെ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുത്തേക്കുമെന്ന് മുതിർന്ന പാർട്ടി നേതാവിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയായ ജെ.പി. നദ്ദയാണ് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ. രാജ്യസഭാ എം.പി. ആയ നദ്ദയുടെ കാലാവധി ഈ വർഷം പൂർത്തിയായിരുന്നു. നദ്ദയുടെ പിൻഗാമിയെ ഉടനെ തിരഞ്ഞെടുക്കുമെന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. പുതിയ ബി.ജെ.പി. അധ്യക്ഷൻ നിലവിൽ കേന്ദ്രമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ആളാണോ എന്ന ചോദ്യത്തിന് അത് സർക്കാരിൽ നിന്നോ സംഘടനയിൽ നിന്നോ ആകാം, ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്നായിരുന്നു മുതിർന്ന നേതാവിന്റെ മറുപടി. 2020 ഫെബ്രുവരിയിലാണ് ജെ.പി. നദ്ദ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റത്. പ്രസിഡന്റിന്റെ കാലാവധി 3 വർഷമാണെങ്കിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് നദ്ദയുടെ കാലാവധി നീട്ടുകയായിരുന്നു. ഒരു ബി.ജെ.പി. ദേശീയ അധ്യക്ഷന് 3 വർഷം വീതം തുടർച്ചയായി 2 തവണ മാത്രമേ അധികാരത്തിലിരിക്കാൻ കഴിയൂ. 2012 നിതിൻ ഗഡ്കരിയെ തുടർച്ചയായി 2ാം തവണയും പാർട്ടി അധ്യക്ഷനാക്കണമെന്ന് RSS ആവശ്യപ്പെട്ടപ്പോഴാണ് ഭേദഗതി വരുത്തിയത്. എന്നാൽ അവസാന നിമിഷം ഗഡ്കരിയെ മാറ്റി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിജയിക്കുന്നതുവരെ അദ്ദേഹം ആ സ്ഥാനം വഹിച്ചു. രാജ്നാഥ് സിംഗിന് ശേഷം അമിത്ഷായാണ് ബി.ജെ.പി. ദേശീയ അധ്യക്ഷനായിരുന്നത്. വിനോദ് താവ്ഡെ, സുനിൽ ബൻസാൽ, ശിവരാജ് സിംഗ് ചൗഹാൻ, മനോഹർ ലാൽ ഖട്ടർ, വസുന്ധര രാജെ, സഞ്ജയ് ജോഷി തുടങ്ങിയ പേരുകളാണ് പുതിയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. ജനുവരി പകുതിയോടെ പകുതിയിലധികം സംസ്ഥാന യൂണിറ്റുകളിലെയും പോളിംഗ് പ്രക്രിയ പൂർത്തിയാക്കാനുള്ള തരത്തിലാണ് ഇപ്പോൾ നടക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. ബി.ജെ.പിയുടെ 60% സംസ്ഥാന യൂണിറ്റ് പ്രസിഡന്റുമാരുടെയും കാലാവധി അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത മാസം പകുതിയോടെ ഇവരുടെ പകരക്കാർ ചുമതല ഏറ്റെടുക്കും. ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് പകുതി സംസ്ഥാന ഘടകങ്ങളിലെങ്കിലും സംഘടനാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കണം എന്നാണ് ബി.ജെ.പിയുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. ബി.ജെ.പി. നേതൃത്വവും RSSഉം അംഗീകരിക്കുന്ന പേരുകൾ അനുസരിച്ചായിരിക്കും പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആവശ്യം വന്നാൽ മത്സരവും നടത്താം. ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അഖിലേന്ത്യാ റിട്ടേണിംഗ് ഓഫീസർ നിയമിക്കുന്ന പോളിംഗ് ഓഫീസർമാർ തിരഞ്ഞെടുത്ത ദിവസം എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും പോളിംഗ് നടത്തണമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു.